ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രാഹുൽ ഗാന്ധി വീണ്ടും എത്തുകയാണ്. വോട്ട് കൊള്ളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണത്തട്ടിപ്പിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് കളം നിറയുന്നു. ഗുജറാത്തിൽ ആർക്കും അറിയാത്ത 10 രാഷ്ട്രീയ പാർട്ടികൾ കോടികൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കൈപ്പറ്റിയെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. 4300 കോടി രൂപ ഈ പാർട്ടികൾക്ക് ഫണ്ടായി ലഭിച്ചിട്ടുണ്ട്. 39 ലക്ഷം രൂപ മാത്രമാണ് ചെലവായി രേഖകൾ കാണിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഇക്കാര്യത്തിലും തന്നോട് സത്യവാങ്മൂലം ആവശ്യപ്പെടുമോ എന്നും രാഹുൽ പരിഹസിച്ചു. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്ര 10ാം ദിവസം കഴിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിയും യാത്രയുടെ ഭാഗമായിരുന്നു. സീതാമഹിറിലുള്ള മാതാ ജാനകി ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും ദർശനം നടത്തിക്കൊണ്ടായിരുന്നു തുടക്കം. യാത്രയിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉണ്ടായിരുന്നു. അഖിലേഷ് യാദവ്, സിദ്ധരാമയ്യ, ഹേമന്ത് സോറൻ, രേവന്ത് റെഡ്ഡി, സുഖ്ബീർ സിംഗ് സുഖു എന്നിവരും അടുത്ത ദിവസം യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 1 പട്നയിലാണ് യാത്രയുടെ സമാപനം. അതേസമയം രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്ര തുടങ്ങിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ ബീഹാർ ജനത മുഴുവൻ രാഹുലിന് ജയ് വിളിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ട് തുറന്നു കാണിക്കുന്ന വോട്ടധികാർ യാത്ര 10 ദിവസം കഴിഞ്ഞതോടെ ബീഹാറിൽ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയുടെ ഐക്യനീക്കത്തിന് വൻ സ്വീകാര്യത കിട്ടി തുടങ്ങി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ത്രിവർണ്ണ പതാകകളുമായിട്ട് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കേന്ദ്ര സർക്കാരിനോടും ജനങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്. യാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണയിൽ BJP നേതാക്കൾക്ക് അസ്വാരസ്യമുണ്ട്. പാർലമെന്ററി സംവിധാനത്തിൽ പ്രതിപക്ഷം സാധാരണയായി പ്രധാന ഉത്തരവാദിത്തമായി കാണുന്നത് സർക്കാരിനെ വിമർശിക്കുക എന്നതാണ്. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിവരുന്നത് സർക്കാരിനെതിരെയുള്ള കേവല വിമർശനമോ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ മാത്രമുള്ള ശ്രമമോ അല്ല. രാജ്യത്തെ ജനാധിപത്യ സംവിധാനം നിലനിർത്തുക എന്ന സുപ്രധാന ദൗത്യമാണ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും പ്രതിപക്ഷ നിരയിലെ പാർട്ടികളും കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ ഗൗരവമായി കണ്ടിരുന്നു. എന്നാൽ കർണാടകയിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണവും വെളിപ്പെടുത്തലും രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അഭിപ്രായം തിരുത്താൻ പലരെയും പ്രേരിപ്പിച്ചവയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിക്കാൻ മടിച്ചു നിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 10ാം ദിവസം പത്രസമ്മേളനം വിളിച്ച് മറുപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല എങ്കിലും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് 1 മണിക്കൂറിലേറെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഇരിക്കേണ്ടി വന്നു. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും സംഭവം നിമിത്തമായി. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം എതിരാളികളുടെ പോലും പ്രശംസ ഏറ്റുവാങ്ങി. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും സ്വീകാര്യത കൂടി വരികയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെ ഈ മാസം 11 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിപക്ഷത്തെ 300 പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത രാഹുൽ ഗാന്ധിക്കുള്ള അംഗീകാരമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന് മുൻപിൽ കണ്ടത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഐക്യപ്പെടുമെന്നതിന്റെ സൂചന കൂടിയായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസുമായി അകലം പുലർത്തിപ്പോരുന്ന തൃണമൂൽ കോൺഗ്രസിനെയും പ്രതിപക്ഷ നിരയിൽ ചേർത്ത് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ അപകടം BJP തിരിച്ചറിഞ്ഞതാണ്. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് പരമപ്രധാനമാണെന്ന് സുപ്രീം കോടതി പലതവണ ഓർമ്മിപ്പിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നതും വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്നതുമായ ആരോപണങ്ങളാണ് അടുത്ത കാലത്തായി ഉയർന്നു കേൾക്കുന്നത്. രാജ്യത്തെ ഭരണഘടനയോടും ജനാധിപത്യത്തോടും നേരെയുള്ള ഈ വെല്ലുവിളിയെ നേരിടേണ്ടതുണ്ട്. തെക്കൻ ബീഹാറിലെ സസറാമിൽ നിന്നും ഈ മാസം 17 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വോട്ടധികാർ യാത്ര 23 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് സെപ്റ്റംബർ 1 മഹാറാലിയോടെ ഈ പട്നയിൽ സമാപിക്കും. ഈ മുന്നണിയിലെ നേതാക്കൾക്ക് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ യാത്രയെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടപ്പടി യാത്രയെ കാണേണ്ടതില്ല. ജനാധിപത്യം സംരക്ഷിക്കാനും ഒരാൾക്ക് ഒരു വോട്ട് എന്ന പവിത്രമായ ലക്ഷ്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ യാത്ര. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം വഴി ബീഹാറിൽ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയത് എന്തിനാണെന്നും ഇതിന്റെ ഗുണഭോക്താവ് ആരാണെന്നും വ്യക്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ജീവനാഡിയായ ജനാധിപത്യ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും മാത്രമല്ല ജനവിധിയെ പോലും അട്ടിമറിക്കുകയാണ്. ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി നടത്തേണ്ട സംവിധാനമാണ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി എഴുതുവാനും സെക്കുലർ രാജ്യമായ ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കാനുമുള്ള നീക്കത്തിന് ഇലക്ഷൻ കമ്മീഷനും ചൂട്ടുപിടിക്കുകയാണ്.